നമ്മളൊക്കെ വാഹനങ്ങളിൽ സ്ഥിരമായി സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രാഫിക് ബ്ലോക്കിൽ നമ്മൾ കുടുങ്ങാറുമുണ്ട്. നമ്മുടെ കേരളത്തിലെ ട്രാഫിക് ബ്ലോക്കുകളിൽ മിക്കവയും വഷളാക്കുന്നത് വരി തെറ്റിച്ച് കയറി വരുന്ന വാഹനങ്ങളാണെന്ന് പറയുന്നതിൽ വളരെ വലിയ കാര്യമുണ്ട്. ഇത് കാരണം അത്രയും നേരം ക്ഷമയോടെ വരിയിൽ കാത്തുനിന്നവരെല്ലാം വിഡ്ഢികളാണെന്ന ഭാവത്തിൽ ചിലർ ഇടയിലൂടെ കയറി വരുമ്പോൾ അതുവരെ കാത്തുനിന്നവരുടെ ക്ഷമ നശിക്കുന്നത് സ്വാഭാവികമാണ്. നമ്മളൊരു ട്രാഫിക് ജംഗ്ഷനിൽ സിഗ്നൽ കാത്തു കിടക്കുകയാണെങ്കിൽ നമ്മുടെ എതിർഭാഗത്തുള്ളവനേക്കാൾ ഏറെ അസ്വസ്ഥത നമ്മുടെ പിറകിൽ ഉള്ളവനായിരിക്കും. ഇനി പച്ച ലൈറ്റ് കത്തിയിട്ട് നമ്മൾ വാഹനം മുന്നോട്ടെടുക്കാൻ കുറച്ചങ്ങ് വൈകിയാൽ ഉടനെ തന്നെ പിന്നിൽ നിന്നും ഈ ഒരു ഹോണുകളുടെ കൂട്ട നിലവിളിയായിരിക്കും ഉണ്ടാകുക. റോഡുകളിൽ ഒരാളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറലല്ല. അതായത് ഓരോരുത്തർക്കും അവകാശപ്പെട്ട സ്ഥലങ്ങളും മുൻഗണനാ ക്രമങ്ങളും കൃത്യമായി നിർവചിക്കലാണ് റോഡ് മാർക്കിങ്ങിലൂടെയും ട്രാഫിക് സൈനുകളിലൂടെയും ചെയ്യുന്നത്. ഒരാൾ വാഹനവുമായി റോഡിലേക്ക് ഇറങ്ങിയാൽ അയാളുടെ യഥാർത്ഥ സംസ്കാരമാണ് പിന്നീട് അവിടെ പൊതുജനങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ റോഡിലെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നല്ല സംസ്കാരം കാഴ്ചവെക്കുന്നവർ ലൈൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. നമ്മുടെ റോഡുകൾക്ക് ഒരു ഭാഷ തന്നെയുണ്ട്. അതാണ് റോഡ് മാർക്കിങ്ങുകൾ. IRC 35 പ്രകാരമാണ് റോഡ് മാർക്കിങ്ങുകളുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് പോലും. മറ്റുള്ള സൈനേജുകളേക്കാൾ മികച്ചത് റോഡ് മാർക്കിങ്ങുകൾ തന്നെയാണ്. കാരണം റോഡിൽ നിന്നും ശ്രദ്ധ മാറാതെ തന്നെ വാഹനത്തെ നിയന്ത്രിക്കാം എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. നമ്മൾ മലയാളികൾക്ക് ഇപ്പോൾ സ്വന്തമായി 6 വരി പാതയൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മളെല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടുന്ന ലൈൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ചും ഇത്തരത്തിലുള്ള അതിവേഗ പാതകളിൽ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുമായി പങ്കിടുവാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ കേരളത്തിലെ 90% ആളുകൾക്കും ലൈൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് ഒരു കുന്തവും അറിയില്ല എന്ന് നമ്മുടെ ഈ വീഡിയോയിലുള്ള ഓരോ ആളുകളുടെയും ഡ്രൈവിംഗ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം ഇത് നമ്മുടെ കേരളത്തിലെ പുതിയ 6 ലൈൻ പാതയാണ്. അതിൽ പോകുന്ന ഓരോ വാഹനങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും എത്ര പേർക്ക് ഇതിൽ ലൈൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് കൃത്യമായുള്ള അറിവുണ്ട് എന്ന്. അതുപോലെ തന്നെ നമ്മുടെ 2 വരിപ്പാത, 3 വരിപ്പാത, 4 വരിപ്പാത എന്നിങ്ങനെയൊക്കെ പലതരം പാതകൾ ഉണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ളത് ഒരു മീഡിയന്റെ അല്ലെങ്കിൽ ഡിവൈഡറിന്റെ ഇരുവശങ്ങളിലേക്കുമായി 3 വരി വീതമുള്ള 2 പാതകൾ അടങ്ങുന്ന ഈ ഒരു കാരേജ് വേയും കാരേജ് വേക്ക് പുറത്തായി ഹാർഡ് ഷോൾഡർ അഥവാ എമർജൻസി പാർക്കിംഗ് ട്രാക്കും അതുപോലെ തന്നെ സർവീസ് റോഡുകളും അടങ്ങുന്നതാണ് കേരളത്തിലെ 6 വരിപ്പാത. നമ്മുടെ 6 വരിപ്പാതയിലെ ലൈൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടുന്നത് വേഗത കുറഞ്ഞ വാഹനങ്ങളും അതുപോലെ തന്നെ ട്രക്കുകളും മറ്റും അതിൻ്റെ ഇടതുവശത്ത് നിന്നുള്ള ആദ്യത്തെ ട്രാക്ക് തന്നെ ഉപയോഗിക്കണം എന്നതാണ്. അതേപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് ഇൻഡിക്കേറ്റർ ലൈറ്റിന്റെ ഉപയോഗവും. കാരണം ഇത്തരം റോഡുകളിൽ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ ഉപയോഗിച്ച് കൃത്യമായ അറിയിപ്പുകൾ നൽകി മാത്രമേ ഓരോ വാഹനങ്ങളും സഞ്ചരിക്കുവാൻ പാടുള്ളൂ. അതായത് വേഗത കുറഞ്ഞ ട്രാക്കിൽ നിന്നും വേഗത കൂടിയ ട്രാക്കിലേക്കോ അല്ലെങ്കിൽ വേഗത കൂടിയ ട്രാക്കിൽ നിന്ന് വേഗത കുറഞ്ഞ ട്രാക്കിലേക്കോ മാറുന്ന സമയത്ത് പോലും ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉപയോഗിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയില്ല എങ്കിൽ നിരനിരയായുള്ള കൂട്ടിയിടുകളാണ് ഇത്തരം പാതകളിൽ സർവ്വസാധാരണമായിട്ട് നടക്കുക. അപ്പോൾ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ 6 വരിപ്പാതയിലൂടെയാണ്. അതായത് 6 വരിപ്പാതയിൽ നമ്മുടെ റോഡിന്റെ ഇടതുവശത്തുള്ള ഫസ്റ്റ് ട്രാക്കിലൂടെയാണ്. അതായത് വേഗത കുറഞ്ഞ വാഹനങ്ങൾ സഞ്ചരിക്കേണ്ടുന്നതാണ് ഈ ഒരു ഫസ്റ്റ് ട്രാക്ക്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രാക്കിന്റെ ഇടതുവശത്തായിട്ട് ഈ ഒരു വെള്ളവരയ്ക്ക് പുറത്തായിട്ടാണ് ഹാർഡ് ഷോൾഡർ അഥവാ എമർജൻസി പാർക്കിംഗ് ട്രാക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ വാഹനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാലൊക്കെ നമുക്ക് വാഹനങ്ങൾ ഒതുക്കി നിർത്തേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് കൂടുതലായിട്ട് കയറ്റി, അതായത് കാരേജ് വേ, നമ്മുടെ വാഹനങ്ങൾ സഞ്ചരിക്കേണ്ടുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് കാരേജ് വേ. ആ കാരേജ് വേയിലേക്ക് ഒരു കാരണവശാലും നിർത്തിയിടാൻ പാടില്ല. നമ്മുടെ 6 വരിപ്പാതയിൽ നമ്മുടെ
ഒരു വശത്തേക്ക് 3 കാരേജ് വേയിൽ 3 ട്രാക്കുകളാണ് ഉള്ളത്. അതിനുശേഷം ഇടത് വശത്തായിട്ട് ഒരു നമ്മുടെ ഈ ഒരു ഹാർഡ് ഷോൾഡറും കൊടുത്തിട്ടുണ്ട്. ഹാർഡ് ഷോൾഡറിന്റെ സൈഡിലായിട്ട് ഈ ഒരു ബാരിയർ കാണാം. ആ ബാരിയർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ വാഹനങ്ങൾക്ക് അപകടം സംഭവിക്കുന്നുള്ള മുന്നറിയിപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കറുപ്പിൽ വെള്ള വര കൊടുത്തിട്ടുള്ളത്. അതിന് വെള്ളയിൽ കറുപ്പ് വരയും കൊടുക്കാം. പക്ഷേ ഇത് നമുക്ക് അവിടെ പാർക്ക് ചെയ്യുന്നതിൽ വേറൊരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് അപകടം മുന്നറിയിപ്പ് മാത്രമാണ് ആ ഒരു നമ്മുടെ ബാരിയറിൽ ആ ഒരു വെള്ളയിൽ കറുപ്പ് വര കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മളിങ്ങനെ ഈ ഒരു 6 വരി പാതയിൽ ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള ഡിസൈൻ പാറ്റേണുകൾ നമുക്ക് കാണാം. നമ്മുടെ ഈ ഒരു കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻട്രി പോയിന്റ്, നമ്മുടെ ഈ ഒരു 6 വരി പാതയിൽ നമുക്ക് സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് 6 വരി പാതയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനും, അതുപോലെ തന്നെ വാഹനങ്ങൾ സർവീസ് റോഡിൽ നിന്ന്, അതായത് നമ്മൾ പുറത്തേക്ക് കടക്കുക എന്ന് പറയുന്നത് നമ്മളെ സർവീസ് റോഡിലേക്ക് കടക്കാനും, അതുപോലെ തന്നെ സർവീസ് റോഡിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് കടക്കുവാനും വേണ്ടിയിട്ട് എൻട്രി എക്സിറ്റ് പോയിന്റുകൾ പല സ്ഥലങ്ങളിലായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പ്രത്യേക സൈനിങ്ങും അവിടെ നൽകിയിട്ടുണ്ടാകും. ആ ഒരു സൈൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ എന്തോ പ്രത്യേക കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതായത് നമ്മളെ ഈ ഒരു നമുക്ക് അവിടെ ഒരു എക്സിറ്റ് പോയിന്റ് അല്ലെങ്കിൽ ഒരു എൻട്രി പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് നമുക്ക് ആ ഒരു മാർക്കിംഗ് കാണിക്കുക നമ്മുടെ ഈ ഒരു ഹാർഡ് ഷോൾഡർ, അതായത് എമർജൻസി പാർക്കിംഗ് ട്രാക്കിലാണ് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് പാറ്റേൺ കൊടുക്കുക. അതായത് ഒരു ക്രോസ് ആയിട്ടുള്ള വെള്ള വരകളാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. അത് പ്രത്യേക സാഹചര്യത്തിൽ ഈ എൻട്രി എക്സിറ്റ് പോയിന്റിൽ മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിലും അത് നമുക്ക് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു നമ്മുടെ എമർജൻസി പാർക്കിംഗ് ട്രാക്കിലേക്ക് ഈ ഒരു വെള്ള വരകൾ കൊടുത്തിട്ടുള്ള എമർജൻസി പാർക്കിംഗ് ട്രാക്കിലേക്ക് യാതൊരു കാരണവശാലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ പാടില്ല എന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ വര കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ എൻട്രി എക്സിറ്റ് പോയിന്റ് ആയാലും അതേപോലെ തന്നെ നമുക്ക് വീതി കുറഞ്ഞ സ്ഥലങ്ങളിൽ, അതായത് ഈ ഒരു ഹാർഡ് ഷോൾഡർ ഭാഗത്ത് വീതി കുറവാണെങ്കിൽ അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വരകൾ കൊടുക്കാം. നമുക്ക് ഇവിടെ കാണാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോ പാർക്കിംഗ് ഏരിയ ആണ് ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൂടാതെ നോ പാർക്കിംഗ് മാത്രമല്ല ഈ ഒരു ബാരിയറിൽ ഹസാർഡ് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കാരണവശാലും ഇതിലേക്ക് കയറ്റി നിർത്താനോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് അതിലേക്ക് അപ്പുറത്തേക്ക് കടക്കാനും പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ബാരിയറിൽ പോലും ആ ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് ഈ ഒരു ഇത് എൻട്രി പോയിന്റ് ആണ്. അതായത് സർവീസ് റോഡിൽ നിന്ന് നമ്മൾക്ക് ഈ ഹൈവേയിലേക്ക് കടക്കാനുള്ള ആ ഒരു സ്ഥലമാണ് ഈ ഒരു എൻട്രി പോയിന്റ്. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കുക, ആ ഒരു കാറിൽ ഒരു കാറ് മാത്രമേ കൃത്യമായി ഈ ഒരു കാര്യം മനസ്സിലാക്കി. അതേപോലെ തന്നെ ഈ ഓട്ടോ ചേട്ടനും ഇത് കൃത്യമായി തെറ്റിച്ചുകൊണ്ടാണ് ആ ഒരു സർവീസ് റോഡിൽ, ഇവിടെ എക്സിറ്റ് പോയിന്റ് അല്ല, ഇത് എൻട്രി പോയിന്റ് ആണ്. ഇപ്പോൾ പോയിട്ടുള്ള ആ ഇന്നോവയും ഈ ഒരു മാർക്കിംഗ് തെറ്റിച്ചുകൊണ്ടാണ് ഇതിലേക്ക് എൻട്രി ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ യാതൊരു കാരണവശാലും ഈ ഒരു സ്ഥലത്ത് നിന്ന് കയറിയ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ട്രാക്കിലേക്ക് കയറാൻ പാടില്ല. അതിന് പകരം നമ്മൾ ഈ ഒരു ഹാർഡ് ഷോൾഡർ ഏരിയയിലൂടെ മാത്രമേ സഞ്ചരിക്കുവാൻ പാടുള്ളൂ. അതായത് എമർജൻസി പാർക്കിംഗ് ഏരിയ. അത് പക്ഷേ ഒരു കാര്യം, നമ്മൾ ഈ ഒരു വെള്ള ലൈൻ, തുടർച്ചയായിട്ടുള്ള വെള്ള ലൈൻ ഒരിക്കലും മുറിച്ചു കടക്കാൻ പാടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് സർവീസ് റോഡിൽ നിന്ന് നമുക്ക് എൻട്രി ചെയ്യാനുള്ള പോയിന്റിലാണ് ഈ ഇടവിട്ടിട്ടുള്ള വെള്ള ലൈൻ. അതുവരെ നമ്മൾ ആ ഒരു ഹാർഡ് ഷോൾഡർ ലൈനിലൂടെ നമ്മൾ പതുക്കെ ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് കയറുവാൻ പാടുള്ളതുള്ളൂ. അപ്പോൾ നേരത്തെ കണ്ടല്ലോ, ആ ഒരു ഇടത് ഭാഗത്തും നമുക്ക് നോ പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 6 വരി പാതയിൽ നമ്മുടെ ഈ ഒരു നമ്മൾ സഞ്ചരിക്കേണ്ടുന്ന ഫസ്റ്റ് ലൈൻ, നമ്മൾ സർവീസ് റോഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലൈനിലേക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ, ഫസ്റ്റ് ട്രാക്കിലേക്ക്. ആ ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാഹനത്തിന്റെ തരം, നമ്മുടെ സ്പീഡിനനുസരിച്ച് ഒക്കെയുള്ള ആ ഒരു തരം അനുസരിച്ച് നമുക്ക് ഇൻഡിക്കേറ്റർ കൃത്യമായി ഇട്ടിട്ട് കൊണ്ട് മാത്രം നമ്മൾ സെക്കൻഡ് ലൈനിലേക്ക്, അതായത് നമ്മുടെ സുരക്ഷ മിററിൽ നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നമ്മൾ സെക്കൻഡ് ലൈനിലേക്ക് പ്രവേശിക്കാം. അല്ലാണ്ട് നമ്മൾ കയറിയ ഉടനെ തന്നെ നമ്മൾ സെക്കൻഡ് ലൈനിലേക്ക് തന്നെ ഡയറക്റ്റ് പോകാനൊന്നും പാടുള്ളതല്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാരിയേജ് വേ, അതായത് നമ്മൾ വാഹനങ്ങൾ സഞ്ചരിക്കുവാനുള്ള ഈ ഒരു കാരിയേജ് വേയിലാണ് 3 ട്രാക്കുകൾ കൊടുത്തിട്ടുള്ളത്. ആ ഫസ്റ്റ് ലൈനിലെ ട്രാക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ട്രക്ക്, അതുപോലെ തന്നെ വലിയ ചരക്ക് വാഹനങ്ങൾ, അങ്ങനെയുള്ള വാഹനങ്ങൾ, വേഗത കുറഞ്ഞ വാഹനങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ട്രാക്ക് കൊടുത്തിട്ടുള്ളത്. വേഗത കുറഞ്ഞിട്ടുള്ള നമ്മൾ പിന്നെ ഏത് വാഹനങ്ങളും ഓട്ടോ പോലുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് ട്രാക്കിലൂടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളതുള്ളൂ. പിന്നെ ബൈക്കുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൈക്കുകൾക്ക് ഈ ഒരു ഇതിൽ 6 വരിപ്പാതയിൽ പ്രവേശനമില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് ഈ ഒരു ന്യൂസിലൂടെയൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ തരം അനുസരിച്ച് നമ്മൾ സെക്കൻഡ് ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു രീതിയിൽ മാത്രം മുന്നോട്ട് പോകുക. കാരണം ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത് ചുമ്മാ വരച്ചു വെച്ചിട്ടുള്ള വരകളല്ല. നമ്മൾ ആ ഒരു പിക്കപ്പിൻ്റെ ചേട്ടൻ പോകുന്ന കണ്ടില്ലേ നമ്മുടെ 3ാമത്തെ ലൈനിൽ കൂടെ. കാരണം അത്തരത്തിൽ 3ാമത്തെ ലൈനിൽ കൂടെ സാധാരണ വാഹനങ്ങൾ മുഴുനീളത്തിൽ സഞ്ചരിക്കാനുള്ള യാതൊരു പെർമിഷനും ഇല്ല. ഇപ്പം പോയ വെള്ള ഐറ്റണ്ണും അതേപോലെ തന്നെ ആ ഒരു വരയുടെ മുകളിലൂടെയാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത് മലയാളികൾക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു കുന്തവും അറിയില്ല എന്നുള്ളത്. കാരണം എല്ലാം അറിയാവുന്ന ഭാവം മാത്രമേ ഉള്ളൂ. കാരണം കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവർക്ക് ഒന്നിനും ഒരു അന്തവും കുന്തവും ഇല്ല. അപ്പോൾ ആ ഒരു അജ്ഞത കൂടി നമുക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു രീതിക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് 2 ലൈനുകളാണ് സ്വകാര്യ മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് മുഴുനീളത്തിൽ. അതേപോലെ തന്നെ നമുക്ക് 3ാമത്തെ ട്രാക്ക് ഉപയോഗിക്കാനുള്ള സമയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യേണ്ടുന്ന ആവശ്യങ്ങളിൽ മാത്രമേ നമ്മൾ 3ാം ട്രാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ 3ാം ട്രാക്കിലേക്ക് കയറി നമ്മൾ 2ാം ട്രാക്കിലുള്ള വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം തന്നെ ഉടനെ തന്നെ നമ്മൾ ഇടതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് നമ്മൾ 2ാം ട്രാക്കിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. അതിന് പകരം നമ്മൾ ആ ട്രാക്കിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ പാടുള്ളതല്ല. ആ ട്രാക്കിലൂടെ മുഴുനീളത്തിൽ സഞ്ചരിക്കാനുള്ള പെർമിഷൻ ഉള്ള വാഹനങ്ങൾ, അത്തരത്തിലുള്ള കുറച്ച് വാഹനങ്ങളുണ്ട്. അത് ഏതാണെന്നൊക്കെ നോക്കാം. ഇത് ഒരു എക്സിറ്റ് പോയിന്റ് ആണ്. നമുക്കിവിടെ കാണാം ഇടവിട്ടുള്ള വര, ആ ഒരു ഹാർഡ് ഷോൾഡറിന്റെ പുറത്തേട്ടായിട്ട് ആ ഒരു ലൈനിൽ കൂടെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹൈവേയിൽ നിന്ന് നമുക്ക് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് നോ പാർക്കിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഏരിയയിലും ഈ ഒരു വാഹനം കടന്നു വരാനും പാടില്ല. കാരണം സർവീസ് റോഡിൽ നിന്ന് ഇതിലേക്ക് എൻട്രിയും ഇല്ല. അതേപോലെ തന്നെ ഈ ഒരു ബാരിയറിൽ നമുക്ക് കാണാം ഹസാർഡ് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. യാതൊരു കാരണവശാലും അപകടമുള്ള ഏരിയ ആണ്. അതായത് നമ്മൾ അവിടെ വാഹനങ്ങൾ വെക്കാൻ പാടില്ല. അതായത് പാർക്കിംഗ് ഏരിയ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 3ാം ട്രാക്കിന്റെ കഥ നേരത്തെ പറഞ്ഞു. നമ്മൾ 3ാം ട്രാക്കിലേക്ക് മുഴുനീളത്തിൽ സഞ്ചരിക്കാൻ പെർമിഷൻ ഉള്ള വാഹനങ്ങൾ നമ്മുടെ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ, അതേപോലെ തന്നെ ആംബുലൻസ്, ഇത്തരത്തിലുള്ള അവശ്യ സർവീസുകളിലെ വാഹനങ്ങൾ മാത്രമേ ഈ ഒരു 3ാം ട്രാക്കിലൂടെ മുഴുനീളത്തിൽ സഞ്ചരിക്കുവാൻ പാടുള്ളതുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലോറി ഓടിക്കുന്ന ചേട്ടൻ അത് കൃത്യമായിട്ട് തന്നെയാണ് അയാൾ ഓടിച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു ട്രക്കാണ്. ആ ട്രക്ക് സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ട്രാക്കിലൂടെ മാത്രമേ ആ ട്രക്കിന് പെർമിഷൻ ഉള്ളൂ. പക്ഷേ സ്പീഡിന്റെ അടിസ്ഥാനത്തിലായിട്ടായിരിക്കും അങ്ങേര് ആ ഒരു സെക്കൻഡ് ട്രാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം അത്തരത്തിൽ സ്പീഡിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സെക്കൻഡ് ട്രാക്ക് യൂസ് ചെയ്യാം. കാരണം പുറകിലുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നല്ല സ്പീഡിൽ പോകുന്ന വാഹനങ്ങളാണെങ്കിൽ, കാരണം ട്രക്കുകളിലും മറ്റും ഹെവി വണ്ടിയാണ്, അതിൽ ലോഡ് ഉള്ള സമയത്ത് അവ പതുക്കെ മാത്രമേ പോവുകയുള്ളൂ. ഈ ഒരു ലോറി ചേട്ടൻ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ട്രക്കുകൾ ഫസ്റ്റ് ട്രാക്കിലൂടെ മാത്രം ഓടിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബൈക്കിനൊന്നും ഇതിലേക്ക് പെർമിഷൻ ഇല്ല. ഇപ്പോഴത്തെ വരുന്ന വാർത്തകൾ അനുസരിച്ച് പെർമിഷൻ ഇല്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇതിലൂടെ പോയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇതേപോലെ തന്നെ ഈ ഒരു മാർക്കിംഗ് കണ്ടില്ലേ, ഏരോ മാർക്കുകൾ, ഇതേപോലെ കൃത്യമായിട്ടുള്ള മാർക്കിങ്ങുകളൊക്കെ എൻട്രി പോയിന്റിലായാലും എക്സിറ്റ് പോയിന്റിൽ, ഇത് എൻട്രിയും എക്സിറ്റും ഉള്ള ഇവിടെ എൻട്രി മാത്രമേ ഉള്ളൂ. ഒരു എൻട്രി ഉള്ള ഹൈവേയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എൻട്രി ഉള്ള ഒരു സ്ഥലമാണ്.